ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ഈ കർത്തൃദിനത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ധ്യാന ചിന്ത 73-ാം സങ്കീർത്തനം 16-17 വാക്യം. ഞാനിത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ് എന്നത് ഇതിൻ്റെ തലക്കെട്ടിൽ നമ്മൾ കാണുന്നു. ആസാഫിനെ കുറിച്ച് നാം മനസ്സിലാക്കിയാൽ അദ്ദേഹം ഒരു ലേവ്യനായിരുന്നു. അപ്പോൾ തന്നെ ദാവീദിൻ്റെ സംഗീത ഗ്രൂപ്പിൽ അതിൻ്റെ തലവനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ഒരു പ്രവാചകനായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയിലുള്ള ഒരു വ്യക്തി, ആരാധന നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി, മാത്രമല്ല ഒരു പ്രവാചകനെന്ന് അറിയപ്പെടുന്ന വ്യക്തി, ഇത്രയും ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് അദ്ദേഹം ഈ ലോകത്തിലേക്ക് കണ്ണുകൾ ഓടിച്ച് കാലുകൾ വഴുതി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരവസ്ഥ തനിക്കുണ്ടായി എന്ന് പറയുമ്പോൾ, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം നമ്മൾ എത്ര അധികം ആ മേഖലയിൽ ചിന്തിക്കണം എന്നത് ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. ഒരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹം. പ്രവാചകനായ, ആരാധന ശുശ്രൂഷകളിൽ ലീഡ് ചെയ്യുന്ന ഒരു പുരോഹിതനായ ഒരു മനുഷ്യൻ ഇടറുന്നു, വഴുതുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു മൃഗത്തെ പോലെ ആകുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കുക, അത്രയും ഉന്നത നിലവാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ മേഖലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് 73-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നാം ഗ്രഹിക്കേണ്ടത്. അദ്ദേഹം 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, താൻ ഈ ഇടറുവാനും വഴുതുവാനും ഒരു മൃഗത്തെ പോലെ ആകുവാനും ഒക്കെ ഇടയായതിൻ്റെ കാരണം, ഈ ലോകത്തിൽ ദുഷ്ടന്മാരായ ആളുകൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു, ദൈവമക്കളായ ആളുകൾ കഷ്ടത്തിലും പ്രശ്നത്തിലും പ്രതികൂലത്തിലും ആയിത്തീരുന്നു എന്ന തൻ്റെ ചിന്ത, അത് തൻ്റെ ജീവിതത്തിലും താൻ അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെ ആ മേഖല വളരെ മാനസികമായി തകർത്തു എന്നുള്ളതാണ് പ്രൈസ് ദി ലോർഡ് ഈ ഭാഗങ്ങളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്നത്തെ ധ്യാന ചിന്തയിൽ നമ്മൾ വായിച്ചത്, ഇത് ഗ്രഹിക്കുവാൻ. അപ്പൊ ചിലതൊക്കെ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ വളരെ പ്രയാസം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാം ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. പലതും മനസ്സിലാക്കാൻ നമുക്ക് പറ്റുകയില്ല. കേവലം ആസാഫിന് മാത്രമല്ല. ആസാഫിനെ ഞാൻ അത്രയും പറഞ്ഞതിൻ്റെ കാരണം, അദ്ദേഹം ഒരു പുരോഹിതനാണ്, പ്രവാചകനാണ്, ആരാധനാ ശുശ്രൂഷയിലെ ലീഡർഷിപ്പ് ഉള്ള ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം പല ആളുകളെയും ഉപദേശിക്കേണ്ട വ്യക്തിയാണ്. അദ്ദേഹം പാടുന്ന പാട്ടുകൾ അനേകർക്ക് വിടുതലാകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ ദൂതുകളൊക്കെ അനേകരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത്രയും ഔന്നത്യത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന്
തൻ്റെ ജീവിതത്തിൽ വന്ന പല വിഷയങ്ങളും പ്രൈസ് ദി ലോർഡ് തന്നെ പുറകോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ചിലതൊക്കെ ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഈ ലോകത്തിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. കാരണം നമ്മുടെ ബുദ്ധിയുടെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ അളവെന്നുള്ളത് പരിമിതം. ഈ പരിമിതമായ ബുദ്ധി കൊണ്ട് പലതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അദ്ദേഹം നിരൂപിച്ചു എന്നത് അവിടെ കാണുന്നു. അപ്പോൾ താൻ ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി താൻ ചെയ്ത പ്രയത്നങ്ങൾ മുഴുവൻ വ്യർത്ഥമായെന്നാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, അത് പ്രയാസമാക്കി, തന്നെ വളരെ ബുദ്ധിമുട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജീവിതത്തിൽ താൻ കണ്ട പല കാര്യവും മനസ്സിലാക്കുവാൻ, അത് ചിന്തിച്ച് അതിനൊരർത്ഥം കണ്ടെത്തുവാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് തനിക്കത് പ്രയാസമായി തോന്നി എന്നുള്ളത്. എന്നാൽ താൻ ഗ്രഹിക്കുവാൻ നോക്കിയത്, താൻ നിരൂപിക്കുവാൻ നോക്കിയത് തനിക്ക് പ്രയാസമായ ആ വിഷയം, അതും കൊണ്ട് താൻ വീണ്ടും വീട്ടിലിരിക്കുകയല്ല. പകരം നമ്മൾ അവിടെ കാണുന്നത് ഒടുവിൽ ഞാൻ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. അതിന്റെ അർത്ഥം ഞാൻ പറയട്ടെ ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ അവസാനമാ ദൈവീക കാര്യങ്ങളിലേക്ക് പോകുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഒടുവിൽ, അവസാനം ഞാൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നു, അല്ലെങ്കിൽ ദൈവ സന്നിധിയിലേക്ക്, അല്ലെങ്കിൽ ആലയത്തിലേക്ക് ചെന്നു. അപ്പൊ വീട്ടിലിരുന്ന് പലതും ചിന്തിച്ചപ്പോൾ, പലതും വിചാരിച്ചപ്പോൾ പ്രയാസമായി, ഗ്രഹിക്കുവാൻ, നിരൂപിക്കുമ്പോഴൊക്കെ അത് തനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് ആ പ്രയാസമായ ആ വിഷയവും കൊണ്ട് താൻ ഒടുവിൽ അവസാനം ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് അതിന്റെ അന്ത്യം, ആ വിഷയത്തിന്റെ അവസാനം എന്താകും എന്ന് ചിന്തിച്ചു. വീട്ടിലിരുന്നു കൊണ്ട് ഗ്രഹിക്കാൻ നോക്കി, വീട്ടിലിരുന്നു കൊണ്ട് നിരൂപിച്ചു. അപ്പോൾ അത് പ്രയാസമായി. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് അദ്ദേഹം ചിന്തിച്ചപ്പോൾ, ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്ന ചിന്ത, അതിന്റെ അവസാനം എന്താകും. അപ്പൊ പലതിൻ്റെയും ഇന്നത്തെ നിലവാരം നോക്കിയാൽ പ്രയാസമാണ്. ഇപ്പം നമ്മൾ പോകുന്ന അവസ്ഥകൾ, ഇപ്പം നമ്മൾ പോകുന്ന വിഷയങ്ങൾ ഒക്കെ പ്രയാസമാണ്, വളരെ ഭാരമാണ്. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ജ്ഞാനം, അറിവ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ അവസാനം എന്താകും എന്നൊരു ബോധ്യം ദൈവം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആ അവസാനം മനസ്സിലാക്കുമ്പോഴാണ് അവന് സന്തോഷിക്കുവാൻ വക കിട്ടുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയട്ടെ, ആലയത്തിൽ ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ് കാര്യങ്ങളുടെ അവസാനം മനസ്സിലാകും. തുടക്കമല്ല, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇപ്പൊ പോകുന്ന അവസ്ഥയല്ല, അതിന്റെ അവസാനത്തെ കുറിച്ച് മനസ്സിലാക്കും. അവസാനം മനസ്സിലായി കഴിയുമ്പോഴാ പ്രൈസ് ദി ലോർഡ് സന്തോഷം കിട്ടുന്നത്. ആ സന്തോഷം ആലയത്തിലെ ലഭിക്കൂ എന്നുള്ളത് ഈ കർത്തൃദിനത്തിൽ ഹല്ലേലൂയ ജനത്തെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് പ്രയാസമായത്, നീ ചിന്തിച്ചിട്ടും നിരൂപിച്ചിട്ടും എങ്ങും എത്താത്ത നിലവാരത്തിൽ പോകുന്ന വിഷയങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആലയത്തിൽ വന്നിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒടുവിൽ അവൻ പലതും നോക്കിക്കാണുമായിരിക്കും ഇതിന്റെ പരിഹാരം. പക്ഷേ ഒടുവിൽ അവൻ ആലയത്തിൽ വന്നു. ആലയത്തിൽ വെച്ച് ആ പ്രശ്നത്തിന്റെ അവസാനത്തെക്കുറിച്ച് അവന് ബോധ്യം കിട്ടി. അവസാനത്തെക്കുറിച്ച് ബോധ്യം കിട്ടിയപ്പോൾ പ്രൈസ് ദി ലോർഡ് അവന്റെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ സന്തോഷം മടങ്ങി വന്നു, സമാധാനം മടങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ഹല്ലേലൂയ അവൻ മടങ്ങിപ്പോകുന്നു ദുഃഖിതനായിട്ടല്ല, സന്തോഷിച്ച് മടങ്ങിപ്പോകുവാനിടയായി തീർന്നു.
ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 5-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സെക്കരിയാവ് എന്ന ഒരു പുരോഹിതൻ, അവൻ്റെ ഭാര്യ എലിസബത്ത്, അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവരെന്ന്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു തലമുറ ഇല്ല. അത് മാത്രമല്ല, അവിടെ നമ്മൾ വായിക്കുന്നത് എലിസബത്ത് മച്ചിയാണ്. 2 അവർക്ക് ഹല്ലേലൂയ സ്തോത്രം, അവർ ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ നോക്കണം, പ്രൈസ് ദി ലോർഡ്, അവൾ മച്ചിയാണ്. പ്രൈസ് ദി ലോർഡ്. 2 അവർക്ക് സ്തോത്രം, അവർ 2 പേരും വയസ്സ് ചെന്നവരും ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യത്തിലേക്ക് 9-10 വാക്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ഈ സെക്കരിയ പുരോഹിതൻ തനിക്ക് നറുക്കു വന്നതിൻ പ്രകാരം ആലയത്തിലേക്ക് ചെല്ലുന്നു. ആലയത്തിൽ സ്തോത്രം ശുശ്രൂഷ ചെയ്യുന്നു. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നത്, ധൂപം കാട്ടുന്ന നാഴികയിൽ ജനം സമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഇദ്ദേഹം, ഈ സെക്കരിയ പുരോഹിതൻ ആലയത്തിന്റെ അകത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ. പുറത്ത് ജനം പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്നു. 13-ാമത്തെ വാക്യം, ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിങ്ങൾ ഹല്ലേലൂയ സ്തോത്ര ഭാഗം ഞാനൊന്ന് തൊട്ട് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുക. നോക്കണം, ദീർഘനാളുകളായി കുറ്റമില്ലാത്തവരായി നീതിയുള്ളവരായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു പുരോഹിത കുടുംബം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ഒരു തലമുറ എന്ന സാധ്യത ഹല്ലേലൂയ സ്തോത്രം അസ്തമിച്ചു പോയി. പക്ഷേ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ദൂതന്റെ വാക്കിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇദ്ദേഹം ആലയത്തിന്റെ അകത്തേക്ക് ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ ജനത്തിനു വേണ്ടിയും തനിക്ക് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അകത്തു ചെല്ലുന്ന ഈ സെക്കരിയ പുരോഹിതനോട് ദൂതൻ പറയുന്ന വാക്കാണ്, സ്തോത്രം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, പ്രൈസ് ദി ലോർഡ്, ഇതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഹല്ലേലൂയ ഞാൻ ഇറങ്ങി വന്നിരിക്കുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ ദൈവമക്കളെ വാക്ക്, പ്രൈസ് ദി ലോർഡ്. ആലയത്തിന്റെ അകത്തളങ്ങളിലാണ് ഹല്ലേലൂയ സെക്കരിയാവ് തന്റെ പ്രാർത്ഥനയുടെ ഉത്തരം ഹല്ലേലൂയ പ്രാപിപ്പാനിടയായി തീർന്നത്. ഒരാലയത്തിന്റെ അകത്തളങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ, മോവാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വരും. അപ്പോൾ ആ യുദ്ധത്തിന് വരുമ്പോൾ യഹോശാഫാത്ത് എന്താ ചെയ്തെന്ന് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ യഹൂദയുടെയും യെരൂശലേമിന്റെ സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് എന്തെന്നാൽ, താൻ പ്രൈസ് ദി ലോർഡ് വലിയൊരു കൂട്ടം തനിക്കെതിരെ യുദ്ധത്തിന് വരുമ്പോൾ ഹല്ലേലൂയ യഹോശാഫാത്ത് ചെയ്തത്, പ്രൈസ് ദി ലോർഡ്, തന്റെ ജീവിതത്തിൽ ആ വലിയ പ്രശ്നത്തെ താൻ നേരിടുന്നത്, പ്രൈസ് ദി ലോർഡ്, ആലയത്തിലേക്ക് ആ പ്രശ്നവുമായി ചെന്നുകൊണ്ട് ഹല്ലേലൂയ അവിടെ നിന്നുകൊണ്ട് യഹോശാഫാത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥന 6 തൊട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ആ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്, സ്തോത്രം, അതിന്റെ 14-ാമത്തെ വാക്യമാണ്. അപ്പോൾ മധ്യത്തിൽ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മദ്യനാവിന്റെ മകനായ യെഹിയേലിന്റെ മകനായ ബെനായാവിന്റെ മകനായ സെക്കരിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. നോക്കണം, തനിക്ക് മുൻപിൽ 3 രാജാക്കന്മാർ യുദ്ധത്തിന് വരുമ്പോൾ, യഹോശാഫാത്തിന് മുമ്പിൽ 3 രാജാക്കന്മാർ യുദ്ധത്തിന് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അദ്ദേഹം പറയണ ഞങ്ങൾക്ക് ശക്തിയില്ല ഇവരോട് എതിർക്കുവാൻ. അദ്ദേഹം ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ മുമ്പിൽ പറയുകയാണ്, ഞങ്ങൾക്ക് ശക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞങ്ങളുടെ മുഖം നിന്നിലേക്ക് ഉയർത്തുന്നു എന്ന് ആലയത്തിൽ നിന്ന് പറയുമ്പോൾ ഇതാ യഹോവയുടെ ആത്മാവ് പ്രൈസ് ദി ലോർഡ് ഒരു ലേവ്യന്റെ മേൽ വരികയും അവൻ പ്രവചിച്ചു പറയുന്ന പ്രവചനം 15-ാമത്തെ വാക്യത്തിലുണ്ട്. അവൻ പറഞ്ഞത് എന്തെന്നാൽ യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ, അവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ ജനസമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ. നോക്കണം, ഈ യുദ്ധത്തിന്റെ മേഖലയിൽ അവർ ആലയത്തിൽ ചെന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യഹോശാഫാത്തിന് ദൈവത്തിന്റെ ആലോചന ലഭിക്കും. ഇന്ന് പകൽക്കാലം എൻ്റെ സമയം തീരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ. ദൈവമക്കളെ, ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ നിനക്ക് പ്രയാസമുള്ളത്, നിനക്ക് ഭാരമുള്ളത്, നീ നിരൂപിച്ചിട്ടും ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചിട്ടും ഒന്നും കഴിയാത്തത്, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ദൈവം അതിന്റെ അന്തം പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മൾ കണ്ടു പ്രൈസ് ദി ലോർഡ് ഈ പ്രൈസ് ദി ലോർഡ് സ്തോത്രം, ആസാഫ് തനിക്ക് അതിന്റെ അന്തം മനസ്സിലായി, താൻ സന്തോഷിച്ചു. എലിസബത്തും പ്രൈസ് സെക്കരിയാവും പ്രൈസ് ദി ലോർഡ് വളരെ കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഒരു തലമുറയ്ക്കില്ലാതെ ഭാരപ്പെട്ടു കൊണ്ടുപോയി. എന്നാൽ ആലയത്തിനകത്ത് വെച്ച് ഹല്ലേലൂയ യോഹന്നാൻ എന്ന ശ്രേഷ്ഠനായ സ്ത്രീകളിൽ വെച്ച് ജനിച്ചതിൽ ഏറ്റവും വലിയവനെന്ന് എഴുതിയിരിക്കുന്നത്, ശ്രേഷ്ഠനായ ഒരനുഗ്രഹീയ തലമുറയെ കരത്തിൽ ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നോക്കണം, അവരുടെ സന്തോഷമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. യഹോശാഫാത്ത് രാജാവ് തനിക്കെതിരെ വന്ന 3 രാജാക്കന്മാരെ കണ്ടു ഭയപ്പെട്ടു. എന്നാൽ അവരെ ഹല്ലേലൂയ സ്തോത്രം യഹോവ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമെന്നുള്ളത് അവന് ഹല്ലേലൂയ ആലോചന കിട്ടിയപ്പോൾ അവരുടെ അന്ത്യം, അവരുടെ തകർച്ച ഹല്ലേലൂയ തനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ യഹോശാഫാത്തിന്റെ സന്തോഷം നമുക്ക് അപ്പോൾ നോക്കണം. നിലവിലുള്ള പ്രശ്നവും ഇന്നലകളിൽ വരുന്നതുമല്ല ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ ആലയത്തിൽ ചെന്ന് ഈ വിഷയത്തിന്റെ അന്തം, അവസാനം എന്താകുമെന്ന് ചിന്തിക്കുവാൻ കർത്താവ് നിനക്ക് പ്രാപ്തി തരും. ഇന്ന് പകൽക്കാലം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെ ഹല്ലേലൂയ സ്തോത്രം നീ കണ്ട് ഭയപ്പെടരുത്, നീ ഭ്രമിക്കരുത്. ഹല്ലേലൂയ അതിന്റെ അന്ത്യം നിനക്ക് ശുഭതയുള്ളതും നിനക്ക് അനുഗ്രഹമാക്കി ദൈവം തീർക്കുമെന്നുള്ളത് നീ ആലയത്തിൽ വരുമ്പോൾ ദൈവം നിന്നെ ബോധ്യപ്പെടുത്തും. വീട്ടിലിരുന്നു കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നീ ഇരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നീ വഴുതാൻ തുടങ്ങും, നീ ഇടറാൻ തുടങ്ങും, നീ മൃഗത്തെ പോലെ ആകാൻ തുടങ്ങും. എന്നാൽ ആലയത്തിൽ വരുമ്പോൾ ആ വിഷയത്തിന്റെ അവസാനം പ്രൈസ് ദി ലോർഡ് ദൈവം നിനക്കത് അനുഗ്രഹമാക്കി തീർക്കുമെന്ന് നിന്നെ കൊണ്ട് ബോധ്യം വരുത്തുകയും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നെ ഹല്ലേലൂയ ആ ബോധ്യത്തിൽ സന്തോഷിപ്പിച്ച് അനുഗ്രഹിച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ പ്രവാചകനായി, പുരോഹിതനായി ഹല്ലേലൂയ ശുശ്രൂഷ മേഖൽ ഔന്നത്യത്തിൽ വീണ്ടും നിർത്തി ഹല്ലേലൂയ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവജനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധാനത്തിൽ അങ്ങയുടെ ജനത്തെ കൊണ്ടുവന്നു വെക്കുന്നപ്പ ഹല്ലേലൂയ ലോകത്തിൽ പലതും ഗ്രഹിക്കുവാൻ, ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്നാൽ ഒന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് പ്രയാസമായതും ഗ്രഹിക്കാൻ കഴിയാത്തതുമായ വിഷയങ്ങൾ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അങ്ങ് അതിനെ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ അവസാനം ഞങ്ങളെ ഗ്രഹിപ്പിച്ചിട്ട് അങ്ങയുടെ ജ്ഞാനം അതിന്റെ അവസാനം കാണുവാൻ, അങ്ങയുടെ അറിവ് അതിന്റെ അവസാനം കാണുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞങ്ങൾക്ക് പ്രാപ്തിയുള്ളവരാക്കി, ഞങ്ങളെ ബോധ്യപ്പെടുത്തി, ഞങ്ങളെ സന്തോഷിപ്പിച്ച് സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളുടെ ഇടർച്ചയിൽ നിന്ന്, വഴുതലിൽ നിന്ന് ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ ഒരു മൃഗത്തെ പോലെ ആകുന്ന അവസ്ഥയിൽ നിന്ന് ജനത്തെ വിടുവിച്ച് ഈ വചനം വെച്ച് ജനത്തെ അനുഗ്രഹിച്ച് അവരെ സന്തോഷിപ്പിച്ച് വീണ്ടും കർത്താവെ ദൈവീയ ബന്ധാവിൽ നിർത്തുവാൻ, ചിലരെ കർത്താവിലേക്ക് നയിക്കുവാൻ
ഈ വചനം ഇടയാക്കണമേ. ഈ ജനവചനം കേൾക്കുന്ന ജനത്തെ ഈ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവമാക്കണമേ എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജനത്തെ സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്. ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.